ഹലോ ഓൾ, ഇന്ന് ഒരു വളരെ സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ ഷോർട്ട് വീഡിയോ ആണ്. അപ്പോൾ ഇത് നിങ്ങൾ മുഴുവനായിട്ടും കാണണം. കാരണം ഇത് നിങ്ങൾ കണ്ടാൽ, പ്രത്യേകിച്ച് നിങ്ങളൊരു നീറ്റ് ആസ്പിറൻ്റ് ആണെങ്കിൽ ഇത് മുഴുവനായിട്ട് നിങ്ങൾ കണ്ടാൽ നിങ്ങൾ മാത്രമല്ല ബെനിഫിറ്റ് ചെയ്യുന്നത്, വേറെയും ഒരുപാട് ആളുകൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടത് മൂലം ബെനിഫിറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്കറിയാം, ഒരു 2 ആഴ്ച മാത്രമാണ് നീറ്റ് എക്സാമിനുള്ളത്. എന്തായിരിക്കണം ഇനി ഉള്ള സ്ട്രാറ്റജി എന്ന് പല ആളുകളും ചോദിക്കാറുണ്ട്. അപ്പോൾ ബേസിക്കലി ഇനി നിങ്ങൾ പരമാവധി ഒരു എക്സാം മോഡിലോട്ട് എത്തണം. നമുക്ക് എക്സാം എഴുതി നല്ല പരിചയം വേണം. പരമാവധി മോക്ക് ടെസ്റ്റ് എഴുതുക എന്നുള്ളതാണ് ഞാൻ പല ആളുകളോടും സജസ്റ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ ആ സമയത്താണ് കഴിഞ്ഞ ദിവസം ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലെ കുറേ കുട്ടികൾ എന്നെ കോൺടാക്ട് ചെയ്തത്. അവർ പറഞ്ഞത് അവരൊരു മോക്ക് എക്സാം ടെസ്റ്റ് സീരീസ് നടത്തുന്നുണ്ട്. എയ്സ് എന്നുള്ള പേരിൽ, എയ്സ് 4.0 എന്നുള്ള പേരിൽ അവർ ഒരു മോക്ക് ടെസ്റ്റ് സീരീസ് നടത്തുന്നുണ്ട്. ഈ മോക്ക് ടെസ്റ്റ് സീരീസിൻ്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ, ഇത് ഫുൾ ലെങ്ത് പേപ്പേഴ്സ് ആയിരിക്കും. അതിൻ്റെ ലക്ഷ്യം, അവർ സ്പർശം എന്നുള്ളൊരു ചാരിറ്റബിൾ ട്രസ്റ്റ്, ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾ നീറ്റ് എഴുതി, നിങ്ങളൊക്കെ എഴുതാൻ പോകുന്ന എക്സാം മുമ്പ് എഴുതി ക്വാളിഫൈ ചെയ്ത് വന്ന വളരെയധികം സൊസൈറ്റിയോട് കമ്മിറ്റ്മെൻ്റ് ഉള്ള ആളുകളാണെന്നാണ് അപ്പോൾ എനിക്ക് തീർച്ചയായിട്ടും മനസ്സിലായത്. അപ്പോൾ ആ ഒരു സ്പർശം എന്നുള്ളൊരു ചാരിറ്റബിൾ ട്രസ്റ്റ് അവിടുത്തെ ഫൈനാൻഷ്യലി പ്രയാസം അനുഭവിക്കുന്ന ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ വരുന്ന രോഗികൾക്കായിട്ട് അവർ നടത്തുന്നുണ്ട്. അതിലോട്ടുള്ളൊരു ഫണ്ട് റേസിംഗ് ആയിട്ടാണ് അവർ ഈ ടെസ്റ്റ് സീരീസ് ബേസിക്കലി നടത്തുന്നത്. ഇപ്പോൾ ഈ ടെസ്റ്റ് സീരീസ് 4 ടെസ്റ്റുകളാണുള്ളത്. ഒന്നുകിൽ ഒരു ടെസ്റ്റായിട്ട് എഴുതാം, അല്ലെങ്കിൽ 4 ടെസ്റ്റായിട്ട് എഴുതാം. ഒരു ടെസ്റ്റിനുള്ള കോസ്റ്റ് വരുന്നത് 150 രൂപയാണ്. 4 ടെസ്റ്റാണ് നിങ്ങൾ ഒപ്റ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്കത് 300 രൂപയാണ്. 150 കൂടി ആഡ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു ടെസ്റ്റിന് പകരം 4 ടെസ്റ്റ് കിട്ടും. 24, 26, 28, 29 ഈ 4 ദിവസങ്ങളിലായിട്ടാണ് അവർ ഈ ടെസ്റ്റ് സീരീസ് കണ്ടക്ട് ചെയ്യുന്നത്. ഇനി നിങ്ങൾ ഒരു ടെസ്റ്റിൻ്റെ പാക്കാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് 29th മാത്രം എഴുതിയാൽ മതി. ഇനി ഇതിൽ തന്നെ നിങ്ങൾക്ക് പല ഏത് സമയം എന്നുള്ളൊരു പ്രശ്നം ഉണ്ടാവും. പല ആളുകളും കോച്ചിങ് സെൻറ്ററിലോ വീട്ടിലൊക്കെ ആയിരിക്കും. അപ്പോൾ 3 ടൈം സ്ലോട്ട്, ഓരോ ദിവസം 3 ടൈം സ്ലോട്ട്, 9 o'clock, 2 o'clock, 6 o'clock എന്ന് തുടങ്ങി നിങ്ങൾക്കൊരു ഫുൾ ലെങ്ത് പേപ്പർ എഴുതാവുന്ന 3 ടൈം സ്ലോട്ട്സ് അവർ ഒരുക്കിയിട്ടുണ്ട്. ഓക്കെ, എന്ന് മാത്രമല്ല ഈ ടെസ്റ്റുകളൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് അവർ പറയുന്നത് കഴിഞ്ഞ വർഷങ്ങളിൽ നീറ്റിന് ഏറ്റവും നല്ല മാർക്ക് നേടി അവിടെ അഡ്മിഷൻ നേടിയ കുട്ടികളാണ്. അതോടൊപ്പം ഈ ടെസ്റ്റ് സീരീസ് സബ്സ്ക്രൈബ് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് അവർ 3 സെഷൻസ് ഒരുക്കുന്നുണ്ട്. ഒന്ന്, ഒരു സ്ട്രെസ് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട അവിടുത്തെ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു സൈക്യാട്രിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർ അരുൺ, അദ്ദേഹത്തിൻ്റെ സെഷൻ ഉണ്ട്. അതോടൊപ്പം കഴിഞ്ഞ വർഷത്തെ നീറ്റ് ടോപ്പേഴ്സിൻ്റെ സെഷൻ ഉണ്ട്. ഓരോ സബ്ജക്റ്റ് വൈസ് എന്താണ് ആ ഒരു ഫൈനൽ പ്രിപ്പറേഷൻ ടൈമിൽ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു തരുന്ന സെഷൻസ് ഉണ്ട്. അപ്പോൾ ഓൾ ഇൻ ഓൾ ഒരു നെക്സ്റ്റ് 2 വീക്സിലോട്ട് നിങ്ങൾക്ക് നല്ലൊരു സ്റ്റഡി പാക്കേജ് ആയിരിക്കുമെന്ന് തോന്നി. എന്ന് മാത്രമല്ല, വളരെ സന്തോഷം തോന്നിയൊരു കാര്യം, ഇങ്ങനെ നിങ്ങളെപ്പോലെ നല്ല റാങ്ക് നിങ്ങൾ നല്ല റാങ്ക് വാങ്ങാനിരിക്കുന്ന ആളുകളാണ്, നല്ല റാങ്ക് വാങ്ങി വന്ന ആളുകൾ വളരെ കമ്മിറ്റഡ് ആയിട്ട് ഒരു കാര്യം അവിടുത്തെ പേഷ്യൻസിന് വേണ്ടി ചെയ്യുന്നു എന്ന് കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. ആൻഡ് ഐ എം റിയലി ഹാപ്പി ടു പ്രൊമോട്ട് ദിസ് ത്രൂ മൈ ചാനൽ. ഓക്കെ, അതുകൊണ്ടാണ് വളരെ സന്തോഷത്തോടെ ഇത് ഞാൻ ചെയ്യാം എന്ന് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇത് കണ്ടിട്ട് നിങ്ങളൊരു മോക്ക് ടെസ്റ്റ് സീരീസിന് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ, കാരണം നമ്മൾ മോക്ക് ടെസ്റ്റുകൾ എഴുതുമ്പോൾ നിങ്ങളുടെ സെൻറ്റേഴ്സിൽ ഇപ്പോൾ ഓൾറെഡി മോക്ക് ടെസ്റ്റുകൾ ഒരുപാട് എഴുതുന്നുണ്ടാവും. അതിലപ്പുറം ഒരു ഓൾ കേരള ലെവലിൽ പല സെൻറ്റേഴ്സിൽ നിന്ന് വരുന്ന പല കുട്ടികൾ ഈ ഒരു ടെസ്റ്റ് എഴുതുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ബെനിഫിറ്റ് എല്ലാവർക്കും ലഭിക്കുക. കാരണം നിങ്ങളുടെ സെൻറ്ററിൽ നിങ്ങൾ എവിടെ എത്തി നിൽക്കുന്നു നിങ്ങൾക്ക് അറിയാം. പക്ഷേ ഒരു ഓൾ കേരള വൈഡ് വരുമ്പോൾ നിങ്ങൾ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് ഇപ്പോഴും നിങ്ങൾക്ക് അൺനോൺ ആയിട്ടുള്ളൊരു കാര്യമാണ്, അല്ലേ? അപ്പോൾ ഈ ഒരു ടെസ്റ്റ് സീരീസിലൂടെ അതുകൂടിയാണ് നിങ്ങൾ അക്കംപ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങളുടെ ഏറ്റവും വലിയ ബെനിഫിറ്റ് അതാണ്. ഞാൻ JEE ആ AEEE എക്സാം ഒക്കെ എഴുതുന്ന സമയത്ത് ഒരുപാട് മോക്ക് ടെസ്റ്റുകൾ, ഈവൻ ഓൾ ഇന്ത്യ ലെവലിലുള്ള മോക്ക് ടെസ്റ്റുകൾ എഴുതിയിരുന്നു. ആൻഡ് ദാറ്റ് ഹാസ് ഹെൽപ്പ് മീ എ ലോട്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒരു ഷെല്ലിൻ്റെ അപ്പുറത്തോട്ട് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതും അങ്ങനെ നമുക്ക് ഒരു ഓൾ കേരള വൈഡ് വേർ ഡു വി സ്റ്റാൻഡ് എന്നുള്ളൊരു പിക്ചർ നമുക്ക് കിട്ടുന്നു. രണ്ടാമത്, എനിക്ക് തോന്നി വളരെ ചുരുങ്ങിയ എമൗണ്ട്, 300 രൂപയ്ക്ക് നിങ്ങൾ 4 ടെസ്റ്റുകൾ എഴുതാൻ പറ്റും. എന്ന് മാത്രമല്ല 300 രൂപ വെൽ സ്പെൻഡ് ആണ്. ഇന്ന് 300 രൂപ എന്ന് പറഞ്ഞാൽ മേ ബി നമ്മൾ 2 ജ്യൂസിനോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും സ്നാക്കിനോ നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ഒരു കാശാണല്ലേ, എമൗണ്ടാണ്. അപ്പോൾ അത് ആക്ച്വലി എന്താണ്, അവിടെ നിങ്ങൾക്ക് വെൽ വേർത്ത് ആയിട്ട് നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നു. അതിൻ്റെ ബെനിഫിറ്റ് ഞാൻ ആദ്യം വീഡിയോയിൽ പറഞ്ഞ പോലെ ഒരുപാട് പേഷ്യൻസിന് കിട്ടും ചെയ്യുന്നു. സോ sparsham.co.in എന്നുള്ള വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യേണ്ട നമ്പേഴ്സ് ഉണ്ടെങ്കിൽ അതും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഞാൻ ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ആൻഡ് ഐ ഹോപ്പ് യു മേക്ക് യൂസ് ഓഫ് ദിസ് ഓപ്പർച്യൂണിറ്റി. നിങ്ങളെ മാത്രമല്ല, നിങ്ങൾ വേറെ ഒരുപാട് ആളുകളെയാണ് ഇതിലൂടെ ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, സോ താങ്ക്സ് ലോട്ട് ഫോർ ഹിയറിംഗ് ദിസ് കംപ്ലീറ്റ്ലി. ഓക്കെ, ആൻഡ് please make full use of this opportunity. 4 ടെസ്റ്റുകളും എഴുതുക എന്നുള്ളതാണ് ഞാൻ സജസ്റ്റ് ചെയ്യുക. And this is the right time to do that. And all the best. Bye.